എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10-ാം ഉദയത്തിന് നമ്മുടെ നാട്ടിൽ കൃഷി ഇറക്കുന്ന ഒരു അങ്ങനെ ഒരു ചടങ്ങുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ വിത്തുകളൊക്കെ നടലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വലുതായിട്ടുള്ള കൃഷി എന്ന് പറയാനൊന്നുമില്ല, കുറച്ച് വിത്തുകളൊക്കെ ഞാൻ പാകുന്നുണ്ട്. പിന്നെ കുറച്ച് തൈകളൊക്കെ നടുന്നുണ്ട് കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനത്തെ ടെറസിൻ്റെ മുകളിലാണ്, ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ നടുന്നത്. അപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് തന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് പുല്ലും കാടും ഒക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പാവൽ ഞാനിതായി സ്റ്റെയർ കേസിലോട്ട് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണ്. ഇത് നടാനുള്ള വിത്ത്, പിന്നെ പയറും വെണ്ടയ്ക്കും ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണിപ്പം നടാൻ പോകുന്നത്. കൃഷി ഇറക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് എന്തൊക്കെ ഇവിടെ നടുന്നുണ്ടോ. ഒന്നുമില്ല കേട്ടോ, ചെറിയ രീതിയിൽ കുറച്ച് വെണ്ടയ്ക്കയുടെ കുരു ഉണ്ടായിരുന്നു, വിഷുവിന് കണി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പയറും, ഇത് രണ്ടാണ് കേട്ടോ ഞാനിവിടെ ഇന്ന് ചെയ്യുന്നത്. പിന്നെ കുറച്ച് 1-2 വഴുതനങ്ങയുടെ തൈ, പിന്നെ അമരക്കയുടെ 1-2 തൈ, ഇത്രയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഇടുന്നത് വെണ്ടക്കുരുവാണ്. ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന പെട്ടെന്ന് അത് മുള വരുന്നുണ്ട് കേട്ടോ. ഒരു 2-3 എണ്ണം വീതം ഞാൻ ഇടുന്നുണ്ട്. ഇവിടെ ഈ ടെറസിൽ എൻ്റെ മുകളിൽ, അതായത് ഇതിൻ്റെ മുകളിലൊരു ടെറസുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇവിടെ എനിക്കിഷ്ടം ഈ പടർന്നു പോകാതെ നിൽക്കുന്ന തക്കാളി, വെണ്ടയ്ക്ക, അമരയ്ക്ക, ഇങ്ങനെ പടർന്നു പോകാത്തതൊക്കെ നടുന്നതാണ് എനിക്കിഷ്ടം. കാരണം തുണിയൊക്കെ ഞാൻ ഇവിടെയാണ് കഴുകിയിടുന്നത് കേട്ടോ. പടർന്നു പോകുന്നതൊക്കെ മുകളിലത്തെ ടെറസിലാണ്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിലോട്ടൊരു വെണ്ടയുണ്ട്. അതിന് 2-3 വെണ്ടയ്ക്കൊക്കെ 3-4 ദിവസം കൂടുമ്പോഴൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഞാനൊരു വെണ്ട കൂടെ ഇടുകയാണ്. 2-3 കുരു അവിടെ ഇടുകയാണ്. അപ്പോൾ ഈ ടെറസിൽ ഇത്രയ്ക്കുള്ള സ്ഥലമുള്ളിൽ ഞാൻ മേളിലോട്ട് പോവാണ് കേട്ടോ. ഞാൻ രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പം ഏകദേശം സൂര്യൻ വെച്ച് എനിക്ക് തോന്നുന്നു ഒരു 6:45-7 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വെയിലായി തുടങ്ങും ഇപ്പം തന്നെ. ഇവിടെ ഞാൻ ഇടുന്നത് അമരപ്പയറിൻ്റെയാണ് കേട്ടോ. സോറി, ഇവിടെ ഞാൻ ഇടുന്നത് പയറാണ്. നമ്മുടെ സാധാരണ നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കുന്ന പയറില്ലേ, അപ്പോൾ അതാണ് ഇവിടെ ഇടുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഞാനിവിടെ പയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് പടർന്നു പോകാൻ വേണ്ടി മേളിലോട്ട് കയറ് കെട്ടിയിട്ടുണ്ട്, അതാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് അമരപ്പയർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്നൊരു പയറുണ്ടല്ലോ, നമ്മൾ അമരപ്പയർ എന്നാട്ടോ പറയുക, അതാണ് ഇവിടെ ഇടുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ വഴുതനങ്ങയുടെ അമരപ്പയറിൻ്റെയൊക്കെ തൈകൾ. ഇതൊക്കെ അമരപ്പയറിൻ്റെ തൈയാണ് കേട്ടോ.
ഇത് എത്ര എണ്ണം നമുക്ക് കിട്ടും എന്നുള്ള അറിയാൻ പറ്റില്ല. ചില പുഴുക്കളൊക്കെ വന്ന് ഇലയൊക്കെ തിന്നാറുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ അവിടെ തീർന്നു. പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചോറ് വയ്ക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പുട്ടുകുടത്തിലൊക്കെ കരി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചോറ് വയ്ക്കുന്ന കലം തന്നെ കേട്ടോ ആദ്യം വെക്കുന്നത്. അങ്ങനെ വെള്ളം വെച്ചിട്ട് വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ അരി ഇട്ട് കൊടുത്തു. പല വീഡിയോയിൽ ഞാൻ ഇതിങ്ങനെ കാണിക്കാറുണ്ടല്ലേ. അപ്പോൾ കടലയ്ക്ക് വേണ്ടിയിട്ട് കുക്കർ എടുത്തു. കുക്കറിലേക്ക് കടല കഴുകിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തോട്ട് വയ്ക്കുകയാണ്. ഈ കുക്കർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അടുപ്പിൽ വയ്ക്കുന്ന കുക്കറാണ്. കടല അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്. കടലക്കറിക്കും വേണം പുട്ടിനും വേണം. കടലയ്ക്ക് വിസിലൊക്കെ വന്നു. ഒരു 3 വിസിൽ വരെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. 3-4 വിസിൽ വരെയൊക്കെ ചിലപ്പോൾ വയ്ക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഒരു പ്ലാവിൻ്റെ തൈ നടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓടി വന്ന് ആ വീഡിയോ കൂടി എടുത്തേ. ഇനി പുട്ട് വയ്ക്കാൻ പോകണം കേട്ടോ. പുട്ടുകുടത്തിൽ വെള്ളം വയ്ക്കാൻ പോകണേ. പുട്ടിൻ്റെ മാവൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് റെഡി ആയിട്ടുണ്ട്. ആദ്യം വെച്ചത് അതിങ്ങനെ ഒരു കാസറിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ പുട്ടിൻ്റെ പരിപാടിയൊക്കെ അവിടെ തീർന്നു. ഇനി കടല കറി വയ്ക്കാൻ പോവാണ്. ഞാനൊരു അലുമിനിയത്തിൻ്റെ ഒരു ചട്ടി വെച്ചു. ഒരു ഉരുളി, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. കടുക് ചേർത്ത് കൊടുത്തു. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇളക്കി കൊടുത്തേ. ഈ അടുപ്പിൽ തീ കത്തിച്ച് തുടങ്ങിയാൽ തന്നെ എളുപ്പമാണ് കേട്ടോ കാര്യങ്ങൾ. കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ അടുക്കള ജോലി തീരാറുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അത്രയും ചേർത്ത് കൊടുത്തു.
അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് പാത്രം അടച്ച് വെച്ചു. കുറച്ച് തേങ്ങ അരച്ച് അതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇതിൽ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലായിരുന്നു. അവസാനം കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ കടലക്കറി റെഡിയായി. വീണ്ടും ചോറ് അങ്ങ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അതോ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. താങ്ക് യു.